എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മുടെ രാമായണം സമർപ്പിക്കുകയാണ്. കൂടാതെ ഇന്ന് വേറെ ഒരു പ്രത്യേക ദിവസമാണ്, സ്വാതന്ത്ര്യദിനം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മള് യുദ്ധകാണ്ഡത്തിലെ വിഭീഷണ രാജ്യാഭിഷേകം മുതൽ യുദ്ധകാണ്ഡം സമാപ്തം വരെയാണ് പാരായണം ചെയ്യുന്നത്. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി അനിത കൃഷ്ണകുമാർ, പിന്നെ ഞാനും ഉഷ ജയപ്രകാശ്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും, രക്ഷോവരനാം വിഭീഷണനായി മയാ ദത്തമായോരു ലങ്കാരാജ്യമുൾപ്പുക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കപിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായാർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരരാദിയും രാമകഥയുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു. ദാനപുരസ്കൃതം പൂജ്യനായോരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്ഥയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു. വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമചന്ദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേണഹമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായ അരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. തൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു, മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും എന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായോരു മാരുതപുത്രനും
രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതു സീതയ്ക്ക് എന്നെന്തു ചൊല്ലാവതു. ജാനകി ദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ. നേരത്തതിന്നു യോഗം വരുത്തിയിടു നീ. ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായി അരുൾ ചെയ്താൻ. വിരയെ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യാലങ്കാരമണിയിച്ചു ശില്പമായോരു ശിബികമേലാരോപ്യ മൽപുരോ ഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണനാ രാമദേശം പ്രവേശിച്ചു ദുസാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷ നിസ്വനം. വാനരവീരരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തിതു നിന്നോടിതെന്തെടോ. ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നതു പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും. പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായോരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടു മായാസീതയും ശുച തൽക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ. വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നീടിനാൻ. ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിലതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ. ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുപേന്ദ്രനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യക സിദ്ധ്യസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം. വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാൾ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ,
ശുദ്ധനായി നിത്യനായി അദ്വയനായി ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോർ. നിന്നുടെ സ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാൻ അവനിന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദമശേഷസ്തുതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രമവ്യയമീശ്വരം. സർവഹൃദി സ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമദ്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം. മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയ രൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളും നേരം. ആശ്രയാശൻ ജഗദാശ്രയഭൂതനാമാശ്രിത വത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്ന ആശുവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കൽ ആരോപിതയായ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്രസ്തുതി. സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജര സംഖ്യേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യു ഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്നു കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ. ചെന്നു വണങ്ങുകെന്നൻപോടു കേട്ടതാ മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്ന ആനന്ദമഗ്നനായി ചിന്മയനോടു പറഞ്ഞു. ദശരഥനൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിൻമഹാമായ മോഹിപ്പിയായി എന്നെയും കൽമഷനാശന കാരുണ്യവാരിധേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്ന് അമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കുവിരിഞ്ചനും. കാത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായി എഴുന്നള്ളീനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും. പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാൻ.
അയോധ്യയിലേക്ക് യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ, ദാസനാം എന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗള സ്നാനവും ആചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാ എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു ഞാൻ അവൻ തന്നോടു കൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും ഉള്ളത് ഇല്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികളോ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേനാൾ എന്നതു കൊണ്ടുഴറുന്നിതു ഞാനിഹ. വന്നു സമയവും ഏറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായികയുമല്ലമേ. സൽക്കരിച്ചിടു നീ സത്വരം എന്നുടെ മർക്കട വീരരെയൊക്കെവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നു കൂടും. കപിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കപികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ. പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിദ്ധമുണർപ്പിച്ച വാർത്ത കേട്ടാസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിദ്ധമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിൽ അങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലമാമാർ അഭിഷേകവും കണ്ടു. ഞങ്ങൾ തങ്ങൾക്കുള്ള അവിടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗൽപ്രഭോ. അങ്ങനെ തന്നെ നമുക്ക് അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ, സങ്കടമിനിയേ മിത്രവിയോഗജം. സേനയാ സാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസ സമാനം സമുൽപ്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിതംബരാന്തേ. തഥാ മിത്രബിംബം കണക്കേ ധനദാസനം ഉത്സംഗസീംനി വിന്യസ്യ സീതാം ഭക്തവത്സലന്മാലുദിക്കും പുനരാലോക്യ. വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ തത്സേവിതേ സരസീരുഹലോചനെ. പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലിങ്ങു ശോണിത കർദമമാംസാസ്തി പൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിരുന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു. പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ. ഹേതു ബന്ധിച്ചതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ. പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം. കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം.
എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാം. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദാ പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരു മുട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർത്തൃവിയോഗജ ദുഃഖം എന്നോളം ഇത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ള ആകൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ. വാനവവീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനെ വരും. മർക്കടവീരർ അതു കേട്ടു മോദേന കിഷ്കിന്ധ പുക്കു നിജാങ്കനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകി ദേവിയും താരാരുമാദികളോടും മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദികാടാലിംഗനം ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്ത് അവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂകാചലമുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താംഗി പഞ്ചവടി നാം ഇരുന്നേടം. വന്ദിച്ചുകൊൾ ഗഗസ്ത്യാശ്രമം ഭക്തി പുണ്ടിന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം യമുനാതടശോഭിതം. ഗംഗാനദി അങ്ങേതതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദിയതിന്നങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ. ഇത്തമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശുതാണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തതന്നേരം താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരത ശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജഡാവൽക്കലാദികളും പൂണ്ടു. സത്യസ്വരൂപനാം നിന്നെയും പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു. കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽപുരുഷാം പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ അനന്തൻ ജഗത് പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കീടടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പണശാലാമകം ബുക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യാ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചഥ ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും. പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ചു പൂജിച്ചനാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി.
സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു. മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാം മാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു. മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായ ആലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുതാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവം എന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും. ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ? യാതുധാനാധിപനായ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്കൽ നിന്ന് ആധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളൊരവസ്ഥകൾ ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും. മന്നവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയോധ്യ പ്രവേശം. ശത്രുഘ്നനോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളും നേരത്തു രാജ്യം അലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയാ ദീപാവലിയും ഉണ്ടാക്കണം. സൂത വൈതാളിക വന്ദി സ്തുതിപാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. വാദ്യാദികളും ഒരുക്കണമേവരും. രാജധാരങ്ങൾ അമാത്യജനങ്ങളും വാജീഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തെളിപ്പിക്കുകയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങൾ ആബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമമ്മാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമവണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട്. 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുക മൂർധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവുൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായി ചമഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപമുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം
കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം. പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാത ശബ്ദം ഘനം അപ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജീരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരു വിമാനഗ്രസംസ്ഥിതനാം ജഗത്കാരണഭൂതനെ കണ്ട് ഭരതനും മേരു മഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടിനാൻ. ചിത്പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ശോണീന്ദ്രൻ ഉത്സംഗസീംനി ചേർത്തിയിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിയിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അങ്കദൻ ജാമ്പവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കവിനായകന്മാരെയും മുറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു മാരുതിവാചാ ഭരതകുമാരനും. പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോടു പുണർന്നത ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. നൂനം ഭവത് സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. 4 സുതന്മാർ ദശരഥ ഭൂപനിക്കാലം 5-മനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർനാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്തനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരും അണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ. ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതിയിടിനാൻ. അഗ്രേ വിനീതയായി നിന്നിതു താരയും. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേനടിയനിന്നു നിർണയം. വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മസാഫല്യവും പ്രഭോ. പണ്ടേതിലിന്നു 10 മടങ്ങായു ഉടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും. രാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി. മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധേ. രാജ്യാഭിഷേകം. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി. നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താനന്തരം. ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നെ കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി ബുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ.
ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയുമിരുന്നരുളീടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരൂപമാനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസരം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിൽ അതിനൊരുക്കിയിടുകല്ലാവെന്ന് പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃതകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിന ആനന്ദചേതസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യ അലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈകൊണ്ട നാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുതാ. ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിച്ച ആരതിമുതാ. വാരനാരീജനത്തിനും കൗസല്യദാന ആദരാലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതീതാനും വിഭീഷണനും തഥാ ദിവ്യംബരാഭരണാദ്യ അലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാറു നാഥൻ അകമ്പടിയായി നടന്നിടിനാൻ. സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈകൊണ്ടാൻ ഭരതനും. ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും. സോദരൻ ദിവ്യവ്യജനവും വീയിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമൻ ഈ വണ്ണം എഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപുരം പുരുഷംബരം പുണ്യപുരുഷമാലോക്യ നാരീജനം. ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിരതുല്യമാം താതാലയം കണ്ടു. വന്ദിച്ചകമ്പുക്കു മാതാവു തൻ പദം വന്ദിച്ചു ധന്യ പിതൃപ്രിയമാരെയും. പ്രീത്യാ ഭരതകുമാരനോടന്നേരമാസ്തയാ ചൊന്നാന വിളംബിതം. ഭവാൻ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനോരോ ഗ്രഹങ്ങളിലാക്കുക വേണം അവരെ വിരയനീ. എന്നതു കേട്ടു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗ്രഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമമ്മാറു നീ കഴിച്ചിടണം. അങ്കദനാദികളോടും യഥാവിധി 4 സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും അരുൾപുത്രനും അങ്കദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായ്ക്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരികെന്നയച്ചോരളവർ. കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ.
ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാത്മീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. ഹരേ രാമ ഹരേ രാമ. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടുമങ്ങ് അന്യൂന്യ ശോഭം ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീയിനാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ, ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന്. സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദുർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഭാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂതരം സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബാന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടദം സേവ്യമനാമയം ഭക്തി കൈകൊണ്ടുമാ ദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായ തേ നമ കുണ്ടലീനാദതൽപായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഭാരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിഭുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ. തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ, ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നന്നിവണ്ണം ഓരോ തരം ആപത്തു വന്നാൽ അതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവൽ കരുണാബലം എന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യ രുദ്ര വസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരവംശവിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടൻ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ ത്വൽകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു. ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വത്പാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിത്പുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കൽ ഇഷ്ടിയുണ്ടായത് ഇഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും. രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവ സംഘവുമൊക്കെ സ്തുതിച്ചിതു പത്നികണ്ഠാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചുകിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാം ഇനി കാരുണ്യവാരിധേ. നിൻ ചരണാംബുജം നിത്യം നമോ നമ.
കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യ വൈഭവം. പന്നകതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹേ വയം. കിം പുരുഷന്മാർ പരംപുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാനതി അതിദ്രുതം. കമ്പിതന്മാരായി വയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം. അമ്പരമാർഗേ നടക്കുമാർ ഇല്ലിനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്ക് ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ. രക്താരവിന്ദാഭപൂണ്ട ഭവത്പദം നിത്യം നമോ നമോ നിത്യം നമോ നമ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ട് പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങളും ഉള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമാം. ചാരുരൂപം തേടും അപ്സരസാംഗണം ചാരണാന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരു നാരദ ഗുഹ്യകാവൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യ മധുരപദങ്ങളാൽ തുഷ്ട്യാ കനക്കെ സ്തുതിച്ചോരനന്തരം. രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു. താരകബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ. സച്ചിത് പരബ്രഹ്മപൂർണം ആത്മാനന്ദം അച്യുതമദ്വയമേകമനാമയം. ഭാവനയാ ഭഗവത്പദാംബോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം. സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദനിഷേവ്യമാണം പരം. രാമാഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം. ചന്ദ്രബിംബാനനം ചാർവായദഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം. ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടുകണ്ട് ആനന്ദമുൾക്കൊണ്ടിരുന്നിതെല്ലാവരും. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭര പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ. സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും. വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൊഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. രക്തോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യമനഘമനുപമം. ആദിത്യപുത്രനു നൽകിനാനാദരാൽ ആതിഥേയാധിപപുത്ര തനയനും. അംഗദ്വന്ദ്ം കൊടുത്തോരനന്തരം മംഗലാവാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനങ് അങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ട് വൈദേഹിയും ഭാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ഠദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ട് 2 കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർത്തൃമുഖാബ്ജവും മാരുതിവക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും. ഇംഗിതജ്ഞൻ പുരുഷോത്തമനന്നേരം മംഗലദേവതയോട് ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാൽ ഉൾക്കമലത്തിൽ നിനക്കു മനോഹരെ നൽകിയിടവന്നു നീ. മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ. എന്നതു കേട്ട് ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ. ഹാരവും പൂണ്ടു വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നീടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ. മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാ ആനന്ദപരവശനായി മധുരാക്ഷരം. മാരുതനന്ദന വേണ്ടും വരത്തെ നീ വീര വരിച്ചുകൊള്ളുകേതും മടിയാതെ. എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോട് അപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം
രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമക മാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ടാതയാനിധേ. മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുമുണ്ടായിരിക്കണം എന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽകഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകീദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്ന് അനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാലയം പുക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ, ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവാൻ. മൽചരിതങ്ങളും ചിന്തിച്ചു വാഴ്ക നീ, ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുകന്നോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത് അവ്യാജഭക്തനെ യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാൽ ആശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും മാല്യകളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാദരാൽ മർക്കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധപൂകെന്നരുൾ അയച്ചരുളീടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ട് കിഷ്കിന്ധപുക്ക് സുഖിച്ചു മരുവിനാൻ. സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോതരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി. വിദേഹരാജ്യത്തിനു പോകെന്നു പുൽകി കനിവോട് യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാരവർകളും. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. ആചന്ദ്രതാരകം ലങ്കയിൽ വാഴ്ക നീ, നാശമരികളാലുണ്ടാകയില്ലതേ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിയിടുകെന്നു നിയോഗിച്ചു. മുക്താഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാൻ അയച്ചാവിർമുതാ പുണർനീടിനാൻ. പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്ന് സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജ്യഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരേടത്തുമില്ലല്ലോ. ബാലമരണം അകപ്പെടുമാറില്ല, കാലേ വരിഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ, ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട്, നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽ പരം. വൈകുണ്ഠലോക ഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങൾ അകന്നുമേ വീടിനാർ. രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം, ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം, സൗഖ്യപ്രദം സകലാഭീഷ്ട സാധനം.
ഭക്ത്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം, വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും, അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ, സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മമോത്തമായുടനുണ്ടാകും, ആദികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണ താപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലുമേ അതേയല്ല, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ. നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പാരായണം നമുക്ക് സമർപ്പിക്കാം. പൂജ്യരായിട്ടുള്ള നമ്മുടെ പൂർവികര്, അതുപോലെ ഗുരുക്കന്മാര്, അവരുടെയൊക്കെ അനുഗ്രഹം, അതുപോലെ സഹകരണം, അതുകൊണ്ടാണ് ഈ രാമായണ പാരായണം ഇന്ന് നമുക്ക് സമ്പൂർണമാക്കാൻ സാധിച്ചത്. അപ്പോ രാമായണം വായിച്ചു തീർക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. രാമായണം നമ്മുടെ ഹൃദയത്തിൽ വായിക്കപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തപ്പെടണം. അതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള സാഫല്യം. അപ്പോൾ ശ്രീരാമന്റെ ധർമ്മനിഷ്ഠയും സീതാദേവിയുടെ സഹനം, അതുപോലെ പാതിവൃത്യം, ലക്ഷ്മണന്റെ സേവന മനോഭാവം, ഭരതന്റെ ത്യാഗം, ഹനുമാന്റെ അചഞ്ചലമായിട്ടുള്ള ഭക്തി, അതൊക്കെ നമ്മുടെ ജീവിതത്തിനുള്ള വലിയ സന്ദേശങ്ങളാണ് അതൊക്കെ. അപ്പോ ഈ പാരായണത്തിന്റെ ഓരോ ദിവസവും നമ്മളെ ആത്മീയമായിട്ട് ഒന്നിപ്പിച്ച ഈ ഓൺലൈൻ സത്സംഗം, അത് തന്നെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ദൂരങ്ങളിലിരുന്ന് നമ്മൾ ഒരേ മനസ്സോടെ രാമനാമം ചൊല്ലാനും രാമകഥ കേൾക്കാനും ഒക്കെ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും പുണ്യം, ഭാഗ്യം. അപ്പോ ഈ പാരായണം പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാ ഗുരുക്കന്മാരോടും ആ പാരായണത്തിൽ പങ്കെടുത്തവരോടും നേരിട്ടും പരോക്ഷമായിട്ടും എല്ലാം അങ്ങനെയുള്ളവരോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഈ സമ്പൂർണ്ണ രാമായണ പാരായണത്തിന്റെ ഫലം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളുടെ ഐശ്വര്യത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും ലോകത്തിന്റെ ശാന്തിക്കും സർവ്വ ജീവജാലങ്ങളുടെ ക്ഷേമത്തിനുമായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പാരായണത്തിനിടയില് ഉച്ചാരണത്തിലോ അർത്ഥഗ്രഹണത്തിലോ അതോ ശ്രദ്ധയിലോ ഉണ്ടായിട്ടുള്ള കുറവുകളും പിഴവുകളും ശ്രീരാമചന്ദ്രസ്വാമി ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീരാമന്റെ ധർമ്മവും സീതാദേവിയുടെ ക്ഷമയും ഹനുമാന്റെ ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രകാശം ചൊരിയട്ടെ. രാമായണം വായിച്ചു തീർന്നു എന്നതിലുപരി രാമായണം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു എന്നതാവണം ഈ പാരായണത്തിന്റെ സാഫല്യം. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്കിവിടെ ഇന്ന് ഈ രാമായണ പാരായണം സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.